ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, ചിലപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കുറച്ച് മാറ്റം തോന്നിയിട്ടുണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല, ത്രോട്ട് ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ദിവസത്തെ മാത്രമല്ല, 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം കിച്ചണിൽ വന്നു. അപ്പം ഞാനെന്ന് വിചാരിച്ചു രാവിലെ തന്നെ മക്കൾ എണീക്കുന്നേക്കാളും മുന്നേ ആയിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു. ഡീപ്പ് ക്ലീനിങ്ങൊക്കെ മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിന്ന് വേഗം ഒന്നൊരു പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് നനച്ച് വെക്കുകയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് പുട്ടിലേക്കുള്ളത് ഒന്ന് മാറ്റി വെച്ച് അതിനുശേഷം ഞാൻ വേഗം ഒന്ന് ചോറിനുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. കുക്കറിലിട്ടിട്ടാണ് ചോറുണ്ടാക്കുക. വെന്തിട്ടാനായിട്ട് അരി കുറച്ച് പണിയാണല്ലോ, അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ നിന്ന്. കണ്ടില്ല ഇപ്പോഴത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാട്ടോ. പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ടൊക്കെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണിത്. അപ്പം ഞാനിത് ആദ്യം ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജ് ഓഫാക്കിയതിന് ശേഷം ഒക്കെ താഴേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഇതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ആകെ കച്ചറായിട്ടാണ് ഉള്ളത്. ഇതുപോലെ ഒരു ഫുഡ് കളറൊക്കെ വെച്ചിട്ട് അതിൻ്റെ കളറൊക്കെ അതിന്മേൽ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരു യെല്ലോ കളറൊക്കെ വരുന്നത്. ഇതിനിടയിൽ ഞാൻ ചായക്കുള്ള പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പം ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടാട്ടോ ഞാൻ ക്ലീൻ ആക്കാറുള്ളത്. ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എന്ത് കച്ചറ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും. കണ്ടില്ലേ, ഇപ്പോഴത്തെ ഫ്രിഡ്ജ് നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണില്ലേ. ഇതുപോലെ തന്നെ ഫ്രീസറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് നമുക്ക് എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തിരിച്ചു വെക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോഴേക്കും ഇതാ മോള് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഫ്രിഡ്ജ് തുറന്നിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എപ്പോൾ നോക്കിയാലും അവൾക്ക് ഫ്രിഡ്ജ് തുറന്നു പിടിക്കലാണ് ഇവിടെ പണി. മോനും കൂടി എണീറ്റപ്പോൾ ഞാൻ പിന്നെ വേഗം ചായയൊക്കെ കുടിച്ച് പിന്നെ ലഞ്ചിനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് കാബേജ് ഉപ്പേരി അതുപോലെ തന്നെ സാമ്പാർ അതൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇന്ന് മീനൊന്നുമില്ല കേട്ടോ. അതിന് പകരമായിട്ട് കോളിഫ്ലവർ പൊരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ആ ഒരു ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ചെറിയ ഒനിയൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു കാബേജ് ഉപ്പേരിയുടെ റെസിപ്പി കൂടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാവും, അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ അറിയാത്തവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചു. അതുകൊണ്ട് അതും കൂടി ഇതിൽ ഇടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാബേജ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ കൂടെ വേണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം കൈയായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനതൊന്നൊരു 10 മിനിറ്റ് നേരം അതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനുശേഷം ഞാനിതാ റൂമിൽ വന്നപ്പം മോനും ഇക്കം കൂടിയിട്ട് ഓരോന്ന് കട്ട് ചെയ്യലും ഒട്ടിക്കലൊക്കെയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഈ സമയത്ത്.
അതിനുശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ കിച്ചണിലേക്ക് പോയിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കട്ടോ. ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇട്ടിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാബേജിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ വേഗം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നിന്ന്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വേഗം ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യം കാണിച്ചില്ലേ അതേപോലത്തെ സാമ്പാറല്ല കേട്ടോ ഇത് വേറൊരു സാമ്പാറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. ഇത് മാത്രം ഒറ്റക്കായിട്ട് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞാൻ വേഗം കോളിഫ്ലവറൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് നിന്നു. ഈ സമയത്തൊക്കെ മോനിക്ക് അവിടെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് അവനായിട്ട് പോയിരുന്ന്. കാരണം എന്താ വെച്ചാൽ അവനക്കിപ്പോൾ ഇന്നൊരു വർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യുമ്പം അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഇരുന്നതാണ്. Yes, all are ready. Have you finished? Yes, finished coloring also. So now, Yes, very good. after mouse, we have finished. Now we will go. Same like S. Then Then take a curve. um, pointed. You should come make a pointed. Yes, pointed V shape here. So we got this shape. Everybody has got this shape. Yes. Okay. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ആ വേസ്റ്റ് പേപ്പേഴ്സൊക്കെ ഒന്ന് കളയുക. അതുപോലെ തന്നെ ഒന്ന് ആ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് താളിച്ചൊഴിക്കുകയാണ്. ഈ സമയം കൊണ്ട് അപ്പുറത്ത് ചോറിന് വെച്ചിട്ടുണ്ട് കേട്ടോ, അരി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഈ കോളിഫ്ലവറിനുള്ള മസാല ഒക്കെ ഒന്ന് പുരട്ടി വെച്ച് അതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിലേക്ക് നിന്ന്. ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ ആദ്യം ക്ലീനിങ് കഴിഞ്ഞതാണ് കേട്ടോ. പക്ഷെ എങ്ങനെയെന്നറിയില്ല പെട്ടെന്ന് തന്നെ പൊടി വരും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് എല്ലായിടും ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടൊന്ന് എല്ലായിടും തുടച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ടത് മോള് വരുന്നുണ്ട് കേട്ടോ, ഒരു സ്റ്റൂളായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അവളവിടെ വന്നിട്ട് സ്റ്റൂളിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യണത് ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അവളെ ഭാഷയിൽ. ഇതുപോലുള്ള ഗ്ലാസ് ടൈപ്സിലൊക്കെ ഞാൻ ഒന്നെങ്കിൽ ഇതുപോലെ നനഞ്ഞ് തുണിയിട്ട് തുടക്കും, അല്ലെങ്കിൽ വെള്ളം കൊണ്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കും. അപ്പോൾ നല്ലോണം ക്ലീൻ ആയിട്ട് വരുന്നത് പോലെ തോന്നാറുണ്ട് കേട്ടോ. കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, ആദ്യം തന്നെ ഞാൻ പേപ്പേഴ്സൊക്കെ മാറ്റിയിട്ട് നല്ലോണം ക്ലീൻ ആക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും നോക്കാത്തത്. പിന്നെ ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അതിന് ശേഷം കിച്ചണിലുള്ള വിൻഡോ ഉണ്ടല്ലോ അത് നല്ലോണം ക്ലീനാക്കി തുടച്ചെടുത്ത്. കുക്ക് ചെയ്തതിന് ശേഷം ഗ്ലാസ് സ്റ്റവ് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാം കേട്ടോ. ഇപ്പോൾ ഇതാ കിച്ചണിലുള്ള ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് അടിച്ച് വാരണം, തുടക്കണം. അതിനുശേഷം പിന്നെ ഞാൻ റൂമിൽ പോയി ഇതാ സോഫയിൽ എപ്പോഴും ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ബെഡ്ഷീറ്റ് എങ്ങാനും വിരിച്ചിടും കേട്ടോ. മക്കളെപ്പോഴും ഫുഡൊക്കെ കൊടുന്ന് കഴിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിൽ തട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും മാറ്റി കഴുകാനിട്ടിട്ട് അതിന് പകരമായിട്ട് ഞാൻ വേറൊരു ഷീറ്റ് വിരിക്കുകയാണ്.
അപ്പം ഞാനതൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ട് അതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എൻ്റെ മേലുള്ളതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിലൊരു മീനുണ്ട്. ഈ മീൻ ശരിക്കും ഞാനല്ല ക്ലീൻ ആക്കാറ്, ഒക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഞാനിപ്പോൾ ഏതായാലും അവിടെ ക്ലീൻ ആക്കാൻ എടുത്ത കാരണം അത് ഞാനൊന്ന് ചെയ്തെന്നുള്ളൂ. അപ്പം അതിൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു തുണിയായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അതിനുശേഷം റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഒന്ന് അടിച്ച് വാരിയിട്ട് തുടച്ചിടുകയാണ്. അപ്പോൾ ഇത് മക്കൾ അവിടെ കുറേ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് മോള് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത് അടിക്കലും തുടക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 6:30 ആകുമ്പോൾ പാരൻസിന് മോൻ്റെ സ്കൂളിലൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടിരുന്ന് മോനിവിടെ ഖത്തറിൽ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. നല്ല സ്കൂളാണ്, അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ നല്ല കെയറിങ്ങുമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് മോൾക്ക് ഇവിടെ ഹെൽത്ത് സെൻറ്ററിൽ ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് വരുമ്പോൾ ഒക്കെ ഷോപ്പിൽ ഇറങ്ങിയിട്ട് നാളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യില്ല, അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കട്ടെ, പേടികൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചതാണ്. പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രൂട്ട്സൊക്കെ കൂടുതലും പുറത്താണ് വെക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ ഈ ബാസ്ക്കറ്റിലെ പഴയ പേപ്പേഴ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഒനിയന് ഫ്രൂട്ട്സോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ബാസ്ക്കറ്റിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. താങ്ക് യു.